നമസ്കാരം. വാടി കാന്താരി ഒരുങ്ങി വാടി കണ്ണേ മുല്ലേ നില്ല് നില്ല് എന്ന് പറഞ്ഞ പാട്ടോടുകൂടിയാണ് ഇന്ന് ബിഗ് ബോസിന്റെ തുടങ്ങിയത്. ബിഗ് ബോസിന്റെ എപ്പിസോഡ് തുടങ്ങുന്നത് അങ്ങനെ. രാവിലത്തെ പാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വാടി കാന്താരി ഒരുങ്ങി വാടി കണ്ണേ മുല്ലേ മുല്ലേ എന്ന് പറയുന്ന ആ വരി വരുമ്പോ കാണിക്കുന്നത് ആരെയെന്നറിയാമോ? ഈ പറയുന്ന ജാസ്മിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിടെ കാണിക്കുന്ന ജാസ്മിനെയാണ്. അപ്പോൾ ഇന്നത്തെ പാട്ട് വരെ ഡെഡിക്കേറ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ ജാസ്മിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജാസ്മിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കിപ്പം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ആ പാട്ട് ഒരുങ്ങി വാടി ആ പാട്ട് ഉടനീളം നിങ്ങൾ കേൾക്കണം കേട്ടോ. ആ പാട്ട് കാരണം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഈ മുല്ല എന്ന് പറയുന്ന ആ ഒരു വാക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് ജാസ്മിനെ കാണിക്കുന്നത്. പിന്നെ ആ വരികളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും ആർക്കുള്ള ബൂസ്റ്റാണ് ഇത് ചെയ്തത് എന്നുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുന്നത് സാബ്മോൻ ഈ പറഞ്ഞ സേതോ മേനനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ഞാൻ പറയും തികഞ്ഞ പരാജയമായിരുന്നു എന്ന് പറയും. അതിനോടൊപ്പം തന്നെ വളരെ ബയസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തത് എന്നും ഞാൻ പറയും. അതിന് കാരണം എനിക്കുണ്ട്. ഒന്നാമത്തെ കേസ്, ഇവിടെ വന്ന് ബൂസ്റ്റ് ചെയ്ത രണ്ട് വ്യക്തികളെയാണ്. ഒന്ന് ജാസ്മിൻ, ഒന്ന് ഈ പറയുന്ന ജിൻഡോ. ഈ രണ്ടുപേരെയാണ് അവർ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് വന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അവിടെ കളിക്കാതെ നിന്ന് മനസ്സിലാവും. ഒരുപാട് പേരുണ്ട് ഗെയിം കളിക്കാതെ സേഫ് ഗെയിം കളിക്കുന്നവരെ ഒരു വാക്ക് കൊണ്ട് പോലും അവരെന്ത് ചെയ്തിട്ടില്ല, അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിന് മനസ്സിലായി. നിങ്ങൾ നോക്കി ആരെങ്കിലും അവർ ബൂസ്റ്റ് ചെയ്തു? ഇല്ല. ഈ പറയുന്ന ജിൻഡേനെയും ജാസ്മിനെയും എപ്പോഴും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ ബയസ് എന്ന കൃത്യമായിട്ട് ഭയങ്കര ബയസ്ഡായിരുന്നു. അത് വന്ന സമയം തൊട്ട് ജിൻഡോയുടെ ഡെൻ ടീമിനെ ജയിപ്പിക്കണമെന്ന് ഓൾറെഡി അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമല്ല ഇന്ന് ഏറ്റവും വലിയ ബയസ്ഡായിട്ടുള്ള ഒരു തീരുമാനം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവർ തന്നെ പറയുന്നുണ്ട്. അതായത് അവസാനം ഈ പറയുന്ന ടാസ്കുകളൊക്കെ തീർന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, എല്ലാവരും എണീപ്പിച്ച് നിർത്തിയിട്ട് ഇവർ തന്നെ പറയുന്നു അവിടെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തത് ശ്രീരേഖയാണെന്ന് പറയും. ശ്രീരേഖ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു എന്ന് ജിന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും അവർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഈ മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കിയാൽ ശ്രീരേഖ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്തത്. ശ്രീരേഖ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ അവൾ പുറത്ത് പോട്ടെ, അവൾ അഹങ്കാരിയായിരിക്കാം, ചിലപ്പോൾ പിന്നീട് ഭയങ്കര കുത്തിത്തിരിപ്പുകാരി ഒക്കെ ശരിയായിരിക്കാം. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ടാസ്ക് നമ്മൾ കൃത്യമായിട്ട് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞതിൽ 100% ഉറപ്പാണ്, കറക്റ്റാണ്. ശ്രീരേഖയായിരുന്നു ആ 2 ദിവസം കിടിലമായിട്ട് പെർഫോമൻസ് ചെയ്തത്. ശ്രീരേഖ അല്ലെങ്കിൽ ഇപ്പോഴൊന്നല്ല, എപ്പോഴും ഈ പറയുന്ന കലാപരമായ ടാസ്കുകൾ വരുമ്പോൾ എല്ലാവരെക്കാളും അവിടെ ആരെക്കാളും ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അവൾ. നമുക്ക് ഇഷ്ടമല്ല, പുറത്ത് പോകണമെന്ന ആഗ്രഹമൊക്കെ തന്നെ. പക്ഷെ നമ്മൾ സത്യം പറയുമ്പോൾ സത്യം പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അതായത് ഈ പറയുന്ന ടാസ്ക് ഇല്ലാത്ത സമയത്ത് കൂടി, അതായത് ഈ നമ്മൾ ഇവർക്ക് ലിവിംഗ് ഏരിയയിൽ വന്ന് വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ആ ഒരു ക്യാരക്ടർ വിടാതെ നിന്നിട്ടുണ്ട് ശ്രീരേഖ. അപ്പോൾ ഇവർ അതിനോടൊപ്പം ഇവർ പറഞ്ഞ മറ്റൊരു കേസ് ആരാണ്? ജാസ്മിന്റെ കേസ്. ജാസ്മിനും ആ പറയുന്ന ഈ പൊട്ടിയിൽ ഈ തലയുടെ ആ ഹെൽമെറ്റ് പൊട്ടുന്നതിന് മുമ്പ് വരെ ഒരു പരിധി വരെ ജാസ്മിനും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇവരെ ആരെ ജയിപ്പിച്ചത്? ഇവർ ജയിപ്പിച്ചത് ആരാ? ജിൻഡോയുടെ ടീമിനെയാണ് ജയിപ്പിച്ചത്. ഇപ്പൊ ആർക്കും ഒന്നും മിണ്ടാനില്ല. ഇപ്പം ഈ സംഭവം ജിൻഡോയ്ക്ക് എതിരാണ് വന്നിരുന്നുവെങ്കിൽ, അതായത് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു ആരെ? ഈ പറയുന്ന സിജോ, ജാസ്മിൻ, ശ്രീരേഖ ഉൾപ്പെടുന്ന ടീമിനെ ജയിപ്പിക്കണമെന്ന് അവർ മുൻകൂട്ടി ധാരണയിടുന്നു. അതനുസരിച്ച് സിജോ, ജാസ്മിൻ ഈ പറയുന്ന അവരുടെ ടീമിനെ കൂടുതൽ പോയിന്റ്, അതായത് നെക്സ്റ്റ് ടീമിന് കൂടുതൽ പോയിന്റ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്ന ജിൻഡോയുടെ ഫാൻസുകാരൊക്കെ വന്ന് ഇപ്പൊ ഇവിടെ കിടന്ന് പൊട്ടി ഘോഷിച്ചെന്നെ അവർക്ക് അങ്ങ് കുരു പൊട്ടിയാണ്. ഇപ്പൊ എന്താർക്കും കുരു പൊട്ടണ്ടേ? ഇത് ബയസ്ഡായിട്ടുള്ള തീരുമാനം തന്നെ എന്നാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത്. അതായത് നമ്മൾ ഈ മൊത്തത്തിൽ ഈ 2 ടീം, ഇപ്പൊ 2 ടീമിലും ഉണ്ടായിരുന്നുള്ളൂ, ഡെൻ ടീമും നെക്സ്റ്റ് ടീം. ഈ 2 ടീമും താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് ജയിക്കാൻ അർഹതയുണ്ടായിരുന്നത് ഞാൻ പറയും നെക്സ്റ്റ് ടീം തന്നെയായിരുന്നു. അതിന് വേറെ പിന്നെ നമ്മുടെ ഈ ഫാനിസം ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് ആരാധനയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ജാസ്മിൻ, ഇപ്പം ഈ പറഞ്ഞ സിജോയ്ക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൻ കുറച്ച് മാറ്റി നിർത്തുന്നത്. പക്ഷെ പറയുന്ന ശ്രീരേഖയും പിന്നെ ജാസ്മിനും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അവിടെ എന്താണ് ചെയ്തത്? അവിടുത്തെ ടീമിൽ ആരാ പെർഫോം ചെയ്ത്? ജിൻഡോ പെർഫോം ചെയ്തില്ലെന്ന് പറയില്ല. അവൻ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ട് പണിയെടുത്തു. ബാക്കി രണ്ടുപേരും എന്ത് പെർഫോമൻസ് ചെയ്ത്? ഒരു പെർഫോമൻസ് ചെയ്തില്ല. ഏതെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ കണ്ടോ? ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിജയ്ക്ക് ശാരീരിക പ്രശ്നം ഉണ്ടായിട്ട് കൂടി അവൻ നല്ല മസാജ് ചെയ്യിക്കുകയും ഈ പറയുന്ന തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടും അവരെ ആരെയും ഈ ടാസ്ക്, അതായത് ക്യാരക്ടർ വിട്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരെ ഈ പറയുന്ന ഗസ്റ്റുകളെ ആക്കാനോ അല്ലെങ്കിൽ അത് കുളമാക്കാനോ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഭയങ്കരമായിട്ട് വയസ്സായിട്ടുള്ള ഒരു തീരുമാനം, അതൊരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് അനീതിയായിരുന്നാണ്.
അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ജിൻഡോയുടെ ടീമിനെ ജയിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവർ ഈ പറയുന്ന പവർ ടീമിനെ തോൽപ്പിക്കൂ എന്ന് പറയുന്നത് അത് വളരെ വയസ്സിലായിട്ടുള്ള തീരുമാനം, അത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കളിക്കുന്ന ആരാണോ അവർക്ക് നിങ്ങൾ കോയിൻ കൊടുക്കുക. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇവർ രണ്ടിനും നല്ല രീതിയിൽ കളിച്ചു എന്ന് പറയുന്നത്. അവർ കിട്ടിയത് വെറും 305, മറ്റവർ കിട്ടിയത് 485. എന്തുമാത്രം പോയിന്റ് ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിയോ. അപ്പോൾ വന്ന അന്ന് തൊട്ട് തന്നെ ഈ പറയുന്ന ഡെൻ ടീമിനെ ജയിപ്പിക്കണമെന്ന് ഉറപ്പിച്ചു വരുന്ന ഈ പറയുന്ന ഗസ്റ്റ്, അതായത് ചലഞ്ചേഴ്സ്, അവരെ തന്നെ ജയിപ്പിക്കുന്നു. അവിടെ ഒരു വളരെ അനീതി പിന്നീട് നേരിട്ടു. ഈ പറയുന്ന സിജോയുടെ ടീം, സിജോ ഉൾപ്പെടുന്ന നെക്സ്റ്റ് ടീമായിരുന്നു അവിടെ ജയിക്കാൻ അർഹൻ എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഇതിനൊക്കെ എന്ത് ഈ പറഞ്ഞ എന്ത് നിങ്ങൾക്ക് എന്ത് വേണം പറയാം. ഞാൻ പറഞ്ഞില്ല, ഇത് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നു എങ്കിൽ ഇവിടെ വന്ന ഉടനെ സിജോയുടെ ടീമിനെ ജയിപ്പിക്കണമെന്ന് ഇവർ തീരുമാനിക്കുകയും സിജോയുടെ ടീമിന് ഏറ്റവും കൂടുതൽ കോയിന് കൊടുക്കുകയും ചെയ്ത് ഇവിടെ ഇപ്പം പൊട്ടി ഇവിടെ എല്ലാവരെയും എടുത്തിട്ട് മറിച്ച് തന്നെ മനസ്സിലായി. അപ്പം കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. അവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് വന്നിരുന്ന ഗസ്റ്റുകളൊക്കെ ബയസ്ഡ് ആയിരുന്നു. വളരെ അനീതിയാണ് ഈ പറയുന്ന നെക്സ്റ്റ് ടീമിനോട് കാണിച്ചത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ സംഭവിച്ചതാണ് അവസാനം ഇപ്പൊ പവർ ടീമിലേക്ക് ആര് കയറിയിട്ടുണ്ട്? അവസാനത്തെ 3 ടാസ്കുകളിൽ 2 ടാസ്കുകൾ ജയിച്ചുകൊണ്ട് നമ്മുടെ ഡെൻ ടീം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ പവർ ടീമിലേക്ക് കയറിയിട്ടുണ്ട്. പവർ ടീമിനെ തോൽപ്പിച്ചു. പവർ ടീം എന്ന് വെച്ചാൽ വമ്പേ പരാജയമായിരുന്നു. എന്ന് വെച്ചാൽ ഇതുപോലെ അഹങ്കാരികൾ വേറെയില്ല. അൻസിബ ഉൾപ്പെടുന്ന പവർ ടീം, അൻസിബ ആയിക്കോട്ടെ, നോറ ആയിക്കോട്ടെ, റസ്മിൻ ആയിക്കോട്ടെ, 3 എണ്ണവും അല്ല അഭിഷേകിനെ മാത്രം മാറ്റി നിർത്താം. അവൻ പിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവർ പറഞ്ഞ ഏറ്റവും വേസ്റ്റ് ആയിട്ട് അവിടെ ഒന്നും ചെയ്യാതിരുന്നത് അഭിഷേകാണെന്ന് പറയും. അതിനോടൊപ്പം ഈ പറഞ്ഞ റഷീദ കേസും പറഞ്ഞു. റഷീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പപ്പറ്റാണ്. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള കേസാണ്. സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും സ്വന്തമായിട്ട് ഒരു നിലപാടില്ലാത്തവനാണ്. എന്തെങ്കിലും ഒരു കേസ് പറയുമ്പോൾ മാത്രം അവന്റെ എതിരായിട്ട് വരുന്ന എന്തെങ്കിലും പറയുമ്പോൾ മാത്രം അവൻ സത്യം പറഞ്ഞാൽ അവൻ വാ തുറന്നു അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. അമ്മാതിരി പവറുള്ള ഒരുത്തനാണ് ഈ പറയുന്ന നമ്മുടെ ഋഷി. നല്ല രീതിയിൽ ഈ പറഞ്ഞ അൻസിബയുടെ ബാക്കിൽ നിന്ന അവളുടെ ഉപദേശം കേട്ടുകൊണ്ട് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് എല്ലാ കാര്യങ്ങളും തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ കപ്പടിക്കാൻ പിന്നെ ചാൻസ് ഉള്ള അത്രയ്ക്ക് കാലിബറുള്ള ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള 39 വയസ്സാണ്, 38 അത്ര വയസ്സ് എത്രയായി. പക്ഷെ പോരാ, മനസ്സിലായോ? ആവശ്യമില്ലാത്ത അനാവശ്യത്തിന് മാത്രം പോയി ഇടപെടുന്ന ഒരു സംഭവമായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പരാജയത്തിന് ശേഷം, അതായത് ഇന്ന് ജാസ്മിൻ എന്ന് പറയുന്ന റോബോട്ടിനെ എന്ത് ചെയ്തു, മറ്റവർ കിഡ്നാപ്പ് ചെയ്യുന്നു. ആര്? നമ്മുടെ സായിയുടെ ടീം കിഡ്നാപ്പ് ചെയ്തിട്ട് അവർ ചിപ്പ് മാറ്റിയിട്ട് അവരതൊരു ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അവിടെ ഇവരുടെ ഈ പറയുന്ന ഈഗോയും ഇവരുടെ വാശിയും ഇവരുടെ അഹങ്കാരമൊക്കെ വെച്ചിട്ട് ഇവർ അതിന് സമ്മതിക്കുന്നു. കാരണം അവർ കൂടുതൽ പോയിന്റുകൾ നേടുന്നു എന്നുള്ള ഒരു സംഭവമാണ് ഇവർ കാത്തുന്നത്. ഇവരെന്താ ചെയ്യാനുള്ളത്? അതായത് ഇവിടെ ജാസ്മിൻ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു കണക്ക്. കാരണം അവളൊരു ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റോബോട്ടാണ് അല്ലെ. ഈ റോബോട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കിഡ്നാപ്പ് ചെയ്ത് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ചിപ്പിടുന്നു. ചിപ്പിടുമ്പോൾ റോബോട്ട് എന്ത് ചെയ്യണം, അവർ പറയുന്നതിലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പവർ ടീം എന്താണ് ചെയ്യേണ്ടത്? റോബോട്ടിനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് അവർ ചിപ്പ് മാറ്റി കൊടുക്കുക. മനസ്സിലായോ? ചിപ്പ് മാറ്റി കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യും, റോബോട്ട് അവരുടെ പരിധിയിൽ നിൽക്കും. അതൊന്നും ചെയ്യാതെ അവിടെ ഈഗോ പിന്നെ വർക്കൗട്ട് ചെയ്ത് ഈഗോയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളക്കായി എന്ത് ചെയ്തു, പ്രോപ്പർട്ടി വരെ പൊട്ടിച്ച് അതിനുശേഷം ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് ചെയ്തിട്ട് ഈ പറഞ്ഞ രസകരമായി എടുക്കുന്ന സംഭവത്തെ നിങ്ങൾക്ക് രസകരമായി എടുക്കാൻ അറിയില്ലേ എന്ന് വരെ എന്ത് ചെയ്തു, ഈ പറയുന്ന പവർ ടീമിനെ ഏറ്റവും കൂടുതൽ അവരെന്ത് ചെയ്തു പിന്നെ കുറ്റം പറയുകയും പവർ ടീമിനെ ഈ പറയുന്ന കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ഈ ടാസ്ക് അമ്പെ പരാജയമാണെന്നും അതിന് ഉത്തരവാദികൾ, അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ആരാണെന്നും പറഞ്ഞു. ഈ പറയുന്ന പിന്നെ പവർ ടീമാണെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ ചത്ത് നാറി. അൻസിബയ്ക്ക് ഒരു കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അൻസിബ ഈ പിന്നീട് എന്താണ് പറയുന്നത്, ഒന്നും മിണ്ടാതെ ഒരുമാതിരി മുഖം ഇത്രയുണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അൻസിബയാണ് നമുക്കിവിടെ കണ്ടത്. അതിനിടയ്ക്ക് ഈ നോറ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല, ഞാൻ എപ്പിസോഡേ കണ്ടോളൂ. എപ്പിസോഡ് നോക്കിയപ്പോൾ ഈ പിന്നീട് ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോറ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് നോറ ചിരിച്ചത്? എനിക്ക് അതിന്റെ ഇടയിൽ കൂടി മറ്റവള് പിന്നെ മറ്റവൾ എന്തോ ഒക്കെ പറയാൻ വന്നു. നമ്മുടെ അഹങ്കാരിയായ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റസ്മിനാണ്. അഹങ്കാരിയായ റസ്മിൻ എന്തോ പറയാൻ വന്നു. ബിഗ് ബോസിന് പോലെ അവർ പുച്ഛമാണ്. ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അവിടെ മോഹം പോയ പോക്ക് കാണും. ബിഗ് ബോസിന് കൂടെ പോലും അവൾക്ക് പുച്ഛമാണ്. മനസ്സിലായോ? അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞത് കൂടുതൽ നീ എന്ത് ചെയ്യട്ടെ, നീ കൂടുതൽ നിനക്ക് ഇവിടെ സീരിയസ് ഒന്നും ആവണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുന്നു. അപ്പോൾ പവർ ടീം എന്ന് പറഞ്ഞാൽ അമ്പേ പരാജയമായിരുന്നു. അതിനുശേഷം വന്ന മൂന്നാമത്തെ ടാസ്ക് എനിക്ക് 3 ടാസ്ക് കൊടുത്തു. അതായത് 2 ടാസ്ക് ഓരോരുത്തരായിട്ട് ജയിക്കുകയും അവസാന ടാസ്ക് നോറയും ഈ പറയുന്ന സീതുമായിട്ടുള്ള
ടാസ്ക് ആയിരുന്നു. മറ്റേ ബാറ്റ് ഇങ്ങനെ കറങ്ങി വരുന്നത്, ബോൾ ഇടുന്നു. അവിടെ സത്യം പറഞ്ഞാൽ ഈ നോറ ഏതൊക്കെ ടാസ്കുകൾ പിന്നീട് ഇൻഡിവിജ്വൽ ടാസ്കുകൾ പെർഫോം ചെയ്യുന്നു അവിടെ എല്ലാം അമ്പേ പരാജയമാണ്. എല്ലാത്തിലും 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. ഇവിടെയും നോറ വന്നപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇവിടെ തോക്കുമെന്ന്. അതുപോലെ തന്നെ തോറ്റിട്ടുണ്ട്. അപ്പൊ ഇന്ന് എപ്പിസോഡ് മെയിൻ എപ്പിസോഡ് ഇത്രയും കണ്ടത്. ഞാൻ BB+ കണ്ടില്ല. കണ്ടതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും നമുക്ക് വീഡിയോ ഇടാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയുള്ളൂ, ഈ പറയുന്ന വന്ന ഗസ്റ്റുകൾ അമ്പേ പരാജയമായിരുന്നു. വളരെ വളരെ ബൈസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് അവരെടുത്തത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.